ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും നമ്മൾ ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കൈവിട്ടങ്ങ് പോകും. നമ്മൾ ആരോട് എന്താ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും നമുക്കുണ്ടാവില്ല. നമ്മുടെ വളരെ അടുത്ത ആളുകളെ, വളരെ പ്രിയപ്പെട്ട ആളുകളെ പോലും നമ്മൾ വേദനിപ്പിക്കും, വെറും ഇമോഷൻ്റെ പുറത്ത്. ചിലപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ചൂടായതായിരിക്കും, വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ അവരെ തെറ്റിദ്ധരിച്ചതായിരിക്കും, എന്തു ആയിക്കോട്ടെ. പക്ഷേ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന വാക്യങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നമ്മൾ പരിശോധിക്കാം. അല്ലെങ്കിൽ വളരെ മെച്യൂർഡായിട്ട് ഇത്തരം സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് പ്രത്യേക സെൻറ്റൻസുകൾ പഠിച്ചു വയ്ക്കാൻ കഴിയുമെങ്കിൽ ആ സെൻറ്റൻസുകൾ നിങ്ങൾ ആ സമയത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻസ് കുറച്ചുകൂടി നന്നായി മാനേജ് ചെയ്യാൻ കഴിയും. കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. പലപ്പോഴും അതിശക്തമായിട്ടുള്ള സ്ട്രെസ്സോ പ്രഷറോ ഒക്കെ നേരിടുന്ന സമയത്ത്, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങൾക്കൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ജോബ് കിട്ടുന്നു. പെട്ടെന്നാണ് കേൾക്കുന്നത്, പെട്ടെന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയുക അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും. അത് പക്ഷേ പലപ്പോഴും മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളിലുള്ള കോൺഫിഡൻസ് മറ്റൊരാൾക്ക് ഇല്ലാതാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കുറച്ചുകൂടി നല്ല സെൻറ്റൻസ്, ദിസ് ഈസ് ടഫ്. ഇത് ടഫാണ്, യാതൊരു സംശയമില്ല. ചലഞ്ചിങ് ആണ്. ടഫ് എന്നുള്ളതിനേക്കാൾ ഇത് ചലഞ്ചിങ് ആണ്. പക്ഷേ ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതായത് അതിനൊരു പോസിറ്റീവ് മോഡിലാണ്. എന്തായാലും ഇത് ഏറ്റെടുത്തേ പറ്റൂ, പിന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? അപ്പോൾ അതുകൊണ്ട് ടഫാണ്, പക്ഷെ ഞാനിത് ഏറ്റെടുക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു, പറ്റില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതിന് പകരം നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് എങ്ങനെ പറയാം, നമുക്ക് ഇതല്ലാതെ വേറെ എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുക? ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്, പക്ഷേ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരാളെ ഹർട്ട് ചെയ്യാതിരിക്കാനും കുറച്ചുകൂടി പ്രൊഫഷണലായി പറയാനും ഇതല്ലാതെ നമുക്ക് വേറെ എന്തോ ഓപ്ഷനാണ് ഉള്ളത്. ഇതിൽ ചെറിയൊരു ബുദ്ധിമുട്ട് മേ ബി അങ്ങനെ പറയാം. പിന്നീട് നോ എന്ന് നേരിട്ട് ഒറ്റയടിക്ക് പറയുന്നില്ല. അപ്പോൾ പല ആൾക്കാരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്താ കുഴപ്പം, ഞാൻ ഭയങ്കര ബ്ലണ്ടാണ്, ഞാൻ ഭയങ്കര ഓപ്പണാണ്. അത് തെറ്റായ ഒരു രീതിയാണ്. ഞാൻ ഭയങ്കര ബ്ലണ്ടാണ്, ഞാൻ ഭയങ്കര ഓപ്പണാണ് എന്ന് പറയുന്നത് എമ്പതി ഇല്ലാത്തത് കൊണ്ടാണ്. മറ്റുള്ള ആളുകൾക്ക് അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടാകുന്നു, നമുക്ക് ചുറ്റുപാടുമുള്ള അറ്റ്മോസ്ഫിയറിന് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ബോധേഡ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ബ്ലണ്ടാവുന്നത്. പ്രശ്നം എന്താണെന്നറിയാമോ, നമ്മുടെ ചുറ്റുപാടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പിന്നെ നമ്മളെയും ബാധിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബ്ലണ്ടാവുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദ ഡേ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾക്ക് തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എമ്പതി ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പം ചുറ്റുപാടുമുള്ള ആളുകളോട് കുറച്ചുകൂടി ഭംഗിയായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ, ഇമോഷണലി മെച്യൂർഡായി സംസാരിക്കാൻ പറ്റിയാൽ അത് നല്ലതാണ്. ചിലപ്പോൾ ചില പെർട്ടിക്കുലർലി ജോലിയിലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചിലപ്പോൾ ചെയ്തത് ശരിയായിട്ടുണ്ടാവില്ല, എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടാവും. പക്ഷേ അതിനെ നമുക്ക് കുറച്ചുകൂടി വിശാലമായി കാണാം. ഓക്കെ, ഈ ഒരു ടാസ്കിന് ചെറിയ പ്രശ്നം പറ്റി, പക്ഷേ അത് പ്രശ്നമല്ല, നമുക്ക് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ. കുറച്ചുകൂടി വിശാലമായിട്ട് നമുക്കതിനൊന്ന് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ടാസ്കിന് വലിയ പ്രാധാന്യം വരുന്നില്ല, നമുക്ക് അടുത്ത ടാസ്ക് കുറച്ചുകൂടി ഭംഗിയാക്കി കഴിഞ്ഞാൽ ടോട്ടലി കാര്യം ശരിയാവുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ടാസ്കിൽ ഉടക്കി കിടക്കാതെ ഒരു ബിഗർ പിക്ചറിലേക്ക് നോക്കി ഈ കാര്യം ശരിയായിക്കോളും എന്നുള്ള ഒപ്റ്റിമിസം കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്തരത്തിൽ ഒരു പ്രയോഗം വേണമെങ്കിൽ നടത്തി നോക്കാം. ചില സാഹചര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ചില സാഹചര്യങ്ങളിൽ നമ്മളോട് ഒരാൾ ആവശ്യപ്പെടുന്ന കാര്യം വളരെ ലോജിക്കലായിരിക്കും, പക്ഷെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന് നിരക്കുന്ന കാര്യമാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പറയാവുന്നത്, നമ്മൾ അവരോട് എമ്പത്തറ്റിക്കലായിട്ട് നിങ്ങൾ പറയുന്നത് പ്യുവർലി ലോജിക്കലാണ്, ഞാൻ നിങ്ങളോട് പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നു, പക്ഷേ എൻ്റെ ഒരു രീതി അനുസരിച്ച് എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ എൻ്റെ കഴിവുകേടായിരിക്കാം, പക്ഷേ എനിക്കൊരു പക്ഷേ അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ടുള്ള ഒരു റെസ്പോൺസാണ്. ഇതിന് പകരം പലപ്പോഴും നമ്മൾ എടുത്തടിച്ച പോലെ എനിക്ക് സൗകര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്, വഴക്കുകൾ ഉണ്ടാവുന്നത്, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്. പലപ്പോഴും നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകാറുണ്ട്. ഈ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ തകർന്നു പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കൂടുതൽ പരാജയത്തിലേക്ക് നമ്മളെ തള്ളിവിടും എന്നുള്ളതല്ലാതെ യാതൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ, പലപ്പോഴും ഈ പരാജയം നമ്മളെ എന്താണ് പഠിപ്പിച്ചത് എന്ന് ആലോചിക്കലാണ്. പലപ്പോഴും നമ്മളുടേതായിട്ടുള്ള ചില തെറ്റുകളുണ്ടാവാം, ചില കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടാകാം. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇതേ കാര്യത്തെ വീണ്ടും ഒന്ന് സമീപിച്ചാൽ ഒരു പക്ഷേ ഈ പരാജയം നമുക്ക് വിജയമാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ പരാജയങ്ങളോടുള്ള നമ്മളുടെ സമീപനം, ഈ പരാജയം നമ്മളെ എന്താണ് ആക്ച്വലി പഠിപ്പിച്ചത്, എനിക്ക് ഇനിയും ബെറ്റർ ആവാനായിട്ട് എന്താണുള്ളത്, എന്ത് ഗ്യാപ്പാണ് എന്നിലുള്ളത് എന്ന് മനസ്സിലാക്കാനാണ്. ചില സമയത്ത് നമ്മൾ വലിയ പ്രശ്നത്തിലായിരിക്കും, നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലാത്ത ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും.
നമ്മൾ ചെയ്യുന്ന എല്ലാം ചിലപ്പോൾ തെറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. അപ്പം നിങ്ങളിപ്പോൾ താഴ്ചയിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുക വേണ്ടത്. കാരണം എന്താ, നിങ്ങളുടെ നാളെ ഒരു ഉയർച്ചയിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എല്ലാ മനുഷ്യരുടെയും ജീവിതം ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ നിങ്ങൾ താഴെയാണെങ്കിൽ നാളെ നിങ്ങൾ ഉയരത്തിലായിരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ എപ്പോഴാണോ നിങ്ങളിത് മനസ്സിൽ ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓപ്റ്റിമിസം മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, അപ്പോൾ മാത്രമേ ഈ ഉയരത്തിലേക്ക് നിങ്ങൾക്ക് പലപ്പോഴും പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ ഇരിക്കുക. നാളെ തീർച്ചയായിട്ടും നിങ്ങൾ ഉയരത്തിലെത്തും. അടുത്തത്, പലപ്പോഴും ഒരാൾ നിങ്ങളോട് പറയുകയാണ് നിങ്ങളോടൊരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ. നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാൻ അറിയില്ല, സ്കില്ലില്ല. പക്ഷെ അയാളോട് നേരിട്ട് അങ്ങ് പറയാൻ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ചോദിക്കാവുന്നത്, ഇതിനെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? കുറച്ചുകൂടി എനിക്കൊരു മെൻറ്റർഷിപ്പ് തരാൻ പറ്റുന്ന ആരെയായിരിക്കും എനിക്ക് ലഭിക്കുക? അല്ലെങ്കിൽ താങ്കൾക്ക് തന്നെ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാൻ സാധിക്കുമോ? ഇത്തരം കാര്യങ്ങൾ ചോദിച്ചാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള കുറച്ച് സെൻറ്റൻസ് എക്സാമ്പിൾസ് മാത്രമാണ് പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ബ്ലണ്ടായിട്ട് മറ്റുള്ള ആളുകളോട് പ്രതികരിക്കാതിരിക്കുക. കാരണം ഒരുപക്ഷെ ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് കരുതലോടെ, ഒരുപാട് വാത്സല്യത്തോടെയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മളോട് ആളുകൾ പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്ന് വരുന്ന ബ്ലണ്ടായിട്ടുള്ള ഒരു മറുപടി അവരെ കംപ്ലീറ്റായി തകർത്ത് കളഞ്ഞേക്കാം. മറ്റുള്ളവരെ കൂടി, മറ്റുള്ളവരുടെ വികാരങ്ങളെ കൂടി ഒന്ന് വാല്യൂ ചെയ്യുക. അവരോട് അല്പം എമ്പതി ഉണ്ടാവുക. കാരണം ആ എമ്പതി തിരിച്ച് നിങ്ങൾക്ക് ഗുണമേ ചെയ്യുകയുള്ളൂ. അത് നിങ്ങളുടെ ഹാപ്പിനെസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, ഉറപ്പാണ്.